C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. മോളെ, നീ എന്താന്ന് വെച്ചാ പറ. ശ്രീലക്ഷ്മിയെ കണ്ടോ വരുന്ന വഴിയില്? അതല്ലമ്മേ, എന്റെ ഒരു സംശയമാണ്. ഇപ്പോ ഉള്ള ശ്രീലക്ഷ്മി, അതായത് ഇപ്പോ ഇവിടെയുള്ള ശ്രീലക്ഷ്മി ശരിക്കും അമ്മേ, എന്താ മോനെ, അവളെ വിളിച്ചോ? എവിടെ പോയതാ? ഫോൺ റൂമിലിരിക്കെ കൊണ്ടുപോയിട്ടില്ല. അമ്മേ, അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. സാന്ദ്ര പറയാൻ വന്നത് പറ. എന്താ സാന്ദ്രയുടെ സംശയം? ഇല്ല, സാർ എന്തോ പറയണോന്ന് പറഞ്ഞില്ലേ, ഞാൻ പിന്നീട് പറയാം. എന്താ രവി? അമ്മേ, അത് എങ്ങനെ അമ്മയോട് പറയണമെന്ന് എനിക്കറിയില്ല. ഇനിയും ഞാനത് പറയാതിരുന്ന ശരിയാവില്ല. അമ്മ എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? നീ എന്തൊക്കെയായി പറയുന്നത്? ക്ഷമ ചോദിക്കാൻ മാത്രം എന്ത് തെറ്റാ മോൻ ചെയ്തത്? അത് അമ്മേ, ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി അമ്മേ, മോളെ, മോള് രാവിലെ ഇത് എങ്ങോട്ട് പോയി? അമ്പലത്തിലേക്കൊന്ന് പോയതാമേ. ഞാൻ തിരികെ വന്നിട്ട് ഒരു ദിവസം സാറിന്റെ കൂടെ അമ്പലത്തിൽ പോയി എന്നല്ലാതെ പിന്നീട് പോകാൻ പറ്റിയില്ല. അപ്പോ ഇന്ന് പോവാന്ന് കരുതി. ഇന്നെന്താ വിശേഷിച്ച്? വിശേഷമൊന്നും ഇല്ല അമ്മേ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നി. എന്റെ ഭർത്താവിനും അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു. മോനെ, നീ എന്താ പറയാൻ വന്നത്? ഏയ്, ഒന്നുമില്ലമ്മേ. ഇപ്പൊ എന്തായി? പട്ടി ചന്തയ്ക്ക് പോയിന്ന് പറഞ്ഞ പോലെ പോയവര് തിരിച്ചു വന്നില്ലേ? ഉറക്കപ്പായിന്ന് സന്തോഷ വാർത്ത കേട്ടോന്നും പറഞ്ഞു മനുഷ്യന്റെ ഉള്ള ഉറക്കവും കളഞ്ഞു. എനിക്ക് അതിശയം അതല്ല, ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ മാറാൻ അവൾക്ക് എങ്ങനെ സാധിച്ചു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇന്നലെ രാത്രിയും അവളുടെ തള്ളേ പിള്ളേന്നുള്ള നീലഹസ്തി വർത്താനമായിരുന്നു. ഇന്നത് പഴയ ശ്രീലക്ഷ്മിയെ പോലെ നിന്ന് സംസാരിക്കുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. ഇവൾക്ക് എത്ര പെട്ടെന്ന് എന്തു പറ്റി? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവള് മാറി, അടിമുടി മാറി. ഇപ്പൊ ഒറിജിനലിനെ വെല്ലുന്ന ശ്രീലക്ഷ്മിയെ അവള് മാറിക്കഴിഞ്ഞു. ഇനിയും ചെന്നിട്ട് അവള് വർമ്മൻ വില്ലയിലെ ശ്രീലക്ഷ്മി അല്ല, നീലഹസ്തിയിലെ കണ്ണമ്മയാണെന്ന് പറഞ്ഞാലേ എനിക്കും അമ്മയ്ക്കും വട്ടുണ്ടോന്ന് മദറല്ലോ സംശയിക്കും. ആ സംശയം എല്ലാരും കൂടി ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യും.
അമ്മ ഇക്കാര്യത്തിൽ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല. സംഭവം വളരെ സിമ്പിളാ. ഇതൊരു ഏണിയും പാമ്പും കളിയാ. പണി പാളുമെന്നായപ്പോ അവൾ ഒരു ചുവട് മുന്നോട്ട് വെച്ച് ഒരു ഏണി വഴി എളുപ്പത്തിലങ്ങ് മുകളിലെത്തി. നമ്മളോ പേടിച്ച് പേടിച്ച് ഓരോ ചുവടും എടുത്ത് വെച്ച് വെച്ച് പാമ്പ് വിഴുങ്ങി നേരെ താഴേക്ക് വരികയും ചെയ്തു. ഇപ്പൊ സാദൃശ്യം കൊണ്ടും തേനൊലിപ്പിക്കുന്ന വർത്തമാനം കൊണ്ടും ആൾബലം കൊണ്ടും ഭൂരിപക്ഷം അവൾക്കായ സ്ഥിതിക്ക് അവളുടെ കളി ഇനി എന്താണെന്നും എങ്ങനെയാണെന്നും വെറും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാനേ നമുക്ക് കഴിയൂ. ഇതോടെ ഒരു കാര്യം തീർച്ചയായി, ചെയ്യുന്ന വേഷം ഗംഭീരമാക്കാൻ അവൾ ഏതറ്റം വരെയും പോകുന്നുറപ്പായി. അവൾക്കത് ഈസി ആയിട്ട് സാധിക്കുന്നു, നമ്മളെ കൊണ്ടത് സാധിക്കുന്നുമില്ല. അങ്ങനെ എല്ലാം കണ്ട ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവൾ ശ്രീലക്ഷ്മി അല്ല എന്നുള്ള കാര്യം എനിക്ക് നിനക്കും തീർച്ചയാ. ആ തീർച്ചപ്പെടുത്തൽ ഇവിടെ ഓരോരുത്തരിലും ഉണ്ടാക്കണം. ഒരർത്ഥത്തിൽ ഇപ്പോഴുള്ള അവളുടെ ഈ മാറ്റം നല്ലതിനാ. പക്ഷെ അവൾക്കല്ല, നമുക്ക് നല്ലതിനാണ്. പഴയ ശ്രീലക്ഷ്മിയിലേക്കുള്ള അവളുടെ പരകായ പ്രവേശം നമുക്ക് ഗുണമേ ഉണ്ടാക്കൂ. അമ്മ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടാൻ സാധ്യത വളരെ കുറവാ. കാരണം പുറംചട്ടയിലേ ഉള്ളൂ ശ്രീലക്ഷ്മി. ഉള്ളില് കണ്ണമ്മ എന്ന ആരെയും വകവയ്ക്കാത്ത ഒരുത്തി ഒളിഞ്ഞിരിപ്പുണ്ട്. അമ്മ മറന്നില്ലല്ലോ ഒന്നും. പറയണം. സമയം കിട്ടുമ്പോഴൊക്കെ നീ അത് എന്നോട് പറയണം. എങ്കിലേ എന്റെ പക എനിക്ക് ആളി കത്തിക്കാൻ പറ്റൂ. എന്റെ കവിളത്ത് അവളുടെ വിരലുകൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 10 അവളുടെ ദേഹത്തും പതിപ്പിക്കും ഈ രാജലക്ഷ്മി. അവളിപ്പോ ഈ വേഷം കെട്ടി ഇവിടേക്ക് തിരിച്ചു വന്നത് അതിനുള്ള അവസരത്തിന് വേണ്ടി മാത്രമാണ്. നീ നോക്കിക്കോ എന്താ ഇനി വർമ്മൻ വില്ലയിൽ നടക്കാൻ പോകുന്നതെന്ന്. ഒന്നുമല്ലെങ്കിലും അവളേക്കാൾ കുറച്ച് ഓണം കൂടുതലുണ്ടതല്ലേ ഞാൻ. അതിനുള്ള ബുദ്ധിയെങ്കിലും ഞാൻ കാണിക്കണ്ടേ? കാണിച്ചിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.